എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കരിഞ്ജീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. ശരിക്കും അത്ഭുതകരമായ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കരിഞ്ജീരകം. നമ്മുടെ ആയുർവേദത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും കരിഞ്ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ പ്രശസ്തമാണ്. മരണമൊഴികെയുള്ള മറ്റെന്ത് രോഗങ്ങൾക്കും കരിഞ്ജീരകത്തിൽ പ്രതിവിധി ഉണ്ടെന്നാണ് പണ്ടുതൊട്ടേ പണ്ഡിതന്മാർ വിശ്വസിച്ചു വന്നിരുന്നത്. നമുക്കതൊരു അവിശ്വസനീയമായിട്ട് തോന്നാമെങ്കിലും പുതിയ പഠനങ്ങൾ പോലും കരിഞ്ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ശരിവെക്കുന്നതാണ്. ഡയബറ്റീസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ആസ്മ, MRSA, കൊളോൺ ക്യാൻസർ മുതലായ അസുഖങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷി കരിഞ്ജീരകത്തിലുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് കരിഞ്ജീരകം വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അപസ്മാരം പോലുള്ള ബുദ്ധിമുട്ടുകൾക്കെതിരെയുള്ളൊരു പ്രവർത്തനം കരിഞ്ജീരകത്തിലുണ്ടെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതുകൂടാതെ അലർജി, അണുബാധ ഇതിനെല്ലാം എതിരെ കരിഞ്ജീരകം നല്ലൊരു പ്രതിവിധിയാണ്. ഇതുകൂടാതെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ കരിഞ്ജീരകം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഹൈ BP ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ BP നോർമൽ ആകാനായിട്ട് ഇത് സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് കരിഞ്ജീരകം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങളോളം ഇത് കഴിച്ചു പോകാതെ ഇടയ്ക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് കൂടാതെ നിരവധി അസുഖങ്ങൾക്കും കരിഞ്ജീരകത്തിൽ പ്രതിവിധി ഉള്ളതാണ്. അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും അതുപോലെ ഹെയർ കെയറിന് വേണ്ടിയിട്ടുമൊക്കെ കരിഞ്ജീരകം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മുടി നല്ലതുപോലെ വളരാൻ കരിഞ്ജീരകം ഓയിൽ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിന് നല്ല നിറം വയ്ക്കാനായിട്ടും കരിഞ്ജീരകം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് തയ്യാറാക്കുന്ന രീതികൾ മാത്രം വ്യത്യാസമുള്ളതാണ്. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന മാറാതെ കിടക്കുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമുക്ക് തേനിൽ ചാലിച്ച് ഉള്ളിൽ കഴിക്കാനും അതുകൂടാതെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ നല്ലതാണ്, സ്കിൻ കളർ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി വാതസംബന്ധമായിട്ടുള്ള വേദനകൾക്കൊക്കെ ഇത് പുറമേ പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കരിഞ്ജീരകം ഉപയോഗിക്കാൻ പാടില്ലാത്തവരും ഉണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലോ BP ഉള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ BP കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് BP ഹൈ ആയിട്ടുള്ളവർ കഴിക്കുന്നതും കുറവായിട്ടുള്ളവർ കഴിക്കാതിരിക്കുന്നതുമാണ് നല്ലത്. ഇതേപോലെ തന്നെയാണ് ഷുഗർ കുറവായിട്ടുള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് വിചാരിച്ച് അമിതമായിട്ടുള്ള ഉപയോഗവും നല്ലതല്ല. ഒരു മിതമായിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഡെയിലി ഒരു 10 ഗ്രാമിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇനി കരിഞ്ജീരകത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തതായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എള്ളിൻ്റെയൊക്കെ ഏകദേശം ഷേപ്പിൽ വരുന്ന ഒരു ബ്ലാക്ക് സീഡാണിത്. ഇത് ബ്ലാക്ക് സീഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അത്യാവശ്യം നല്ല കയ്പുള്ള ഒന്നാണിത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സാധാരണ കടകളിലും പച്ചമരുന്ന് കടകളിലും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ കരിഞ്ജീരകം എന്ന് പറയുന്നത് ഒരു വെറും ജീരകമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്